ഒരു പനി വന്നാൽ തുളസിയും ചുക്കും കുരുമുളകും ഒക്കെ ചേർത്ത് കട്ടൻ കാപ്പി കുടിച്ച് മൂടി പുതച്ച് കിടക്കുന്നത് നമ്മുടെ ഒരു പതിവാണ്. പിന്നെ എഴുന്നേറ്റ് ചൂട് കഞ്ഞി കുടിക്കുമ്പോഴേക്കും പനി പമ്പ കടക്കുമെന്നാണ് പഴമക്കാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ പറയുന്നത്. പനിക്കൂർക്കയും ആര്യവേപ്പും തുളസിയും ആടലോടകവും ഒക്കെയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ മരുന്നുകൾ. ഇതെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് ഇതിൽ പല ചെടികളും അല്ലെങ്കിൽ സസ്യങ്ങളും മരുന്നുകളും നമുക്ക് അന്യം നിന്നിരിക്കുകയാണ്. അങ്ങനെ കാണാമറയത്തായ 300-ൽ പരം ഔഷധങ്ങൾ വീട്ടുമുറ്റത്ത് പരിപാലിക്കുന്ന ഒരു കർഷകയെ തേടിയാണ് തൃശ്ശൂരിലെ 24 സംഘത്തിന്റെ യാത്ര. ഒരു കാലത്ത് ഔഷധ സസ്യങ്ങളുടെ കലവറയായിരുന്നു കേരളം. പിൽക്കാലത്ത് അതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ആ ഔഷധ സസ്യങ്ങളുടെ പെരുമ തിരികെ പിടിക്കുന്ന ഒരിടമുണ്ട് തൃശ്ശൂരിൽ. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ ഈ യാത്ര. നിറയെ പച്ചപ്പും തണലുമൊക്കെ വിരിച്ച ഒരു വീട്ടുമുറ്റത്താണ് ഞാനുള്ളത്. പക്ഷേ വീട്ടുമുറ്റം എന്ന് പറയാനാകില്ല. തൃശ്ശൂർ ചേർപ്പൂരകത്തെ അപൂർവ ഇനം ഔഷധ സസ്യങ്ങളുടെ ശേഖരമുള്ള ഔഷധ വൃന്ദാവനമാണ്. ഇതാണ് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടനും ഷീബ ചേച്ചിയാണ്. ഈ ഔഷധ വൃന്ദാവനത്തിന്റെ ആളുകളാണല്ലേ? ഷീബ എന്നുള്ള പേര് മറന്നു തോന്നുന്നു നാട്ടിൽ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഇവിടത്തെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളതിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ഔഷധ വൃന്ദാവനിലെ കാറ്റിനു പോലും സുഗന്ധങ്ങൾ അനേകമാണ്. പനിക്കൂർക്കയുടെയും തുളസിയുടെയും നീലക്കൊടുവേലിയുടെയും ഒക്കെ സുഗന്ധമുള്ള കാറ്റ്. പച്ചപ്പ് പുതച്ച വീടിനു മുന്നിൽ തഴുകി തലോടിപ്പോകുന്ന കാറ്റുപോലും സമ്മാനിക്കുന്നത് പറഞ്ഞറിയിക്കാനാകാത്ത ഉന്മേഷമാണ്. കേട്ടറിവിനപ്പുറമുള്ള 300-ലേറെ സസ്യങ്ങളാണ് ഷീബയുടെയും ഭർത്താവിന്റെയും വീട്ടുമുറ്റത്ത് തളിരിട്ടു നിൽക്കുന്നത്. സ്വാഭാവിക ആവാസനാശവും നഗരവൽക്കരണം മൂലം അപ്രത്യക്ഷമായതും വംശനാശ ഭീഷണി നേരിടുന്നവയുമാണ് പലതും. അവയെ സംരക്ഷിക്കേണ്ട ആവശ്യകതയിൽ നിന്നാണ് ഷീബയും ഭർത്താവ് രാധാകൃഷ്ണനും ചേർന്ന് ഔഷധ സസ്യങ്ങൾക്ക് വീട്ടുമുറ്റത്ത് ഇടമൊരുക്കിയത്. ഞാൻ ജോലി ചെയ്യുന്ന വൈദ്യരത്നത്തിലാണ്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പോൾ നിരവധി സസ്യങ്ങളെ പറ്റി അവിടെ നിന്നാണ് അറിയാൻ തുടങ്ങിയത്. നമ്മൾ കുട്ടികളോട് ചെടികളെ വളർത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അവർക്കൊരു മമത തോന്നണമെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റണം. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. ഓരോ പ്ലാന്റ്സിൻ്റെയും ഗുണങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിപ്പോൾ ആദ്യം നമ്മൾ ചെയ്താലാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപകാരം ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിൽ നമ്മളത് സംഘടിപ്പിക്കാനും ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അത് കാണുമ്പോൾ കൊള്ളാലോ, ഇത്രയും ഗുണമുണ്ടോ, അപ്പോൾ ഇതിൻ്റെ തൈ തരാൻ പറ്റുമോ എന്ന് നമ്മളോട് പലരും ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയപ്പോൾ നമ്മൾ തൈകളും സംഘടിപ്പിക്കാൻ തുടങ്ങി. വൈദ്യരത്നത്തിലെ ജീവനക്കാരിയായ ഷീബയ്ക്ക് അവിടെ നിന്ന് ലഭിച്ച നാട്ടറിവുകളാണ് ഔഷധ സസ്യ സംരക്ഷണം എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. കോവിഡ് കാലത്ത് ഔഷധ സസ്യങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും വിപണനം ആരംഭിച്ചു. ഇത് നമ്മൾ ചെയ്ത് കാണിക്കുക, എന്നിട്ട് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യരത്നത്തിന് തന്നെയാണ്. അതിനുശേഷം ഇപ്പോൾ നിരവധി വൈദ്യശ്രേഷ്ഠന്മാർ എനിക്കിതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊണ്ടുകൊണ്ട് എന്നെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പലതരം മഞ്ഞൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഈ കരിമഞ്ഞൾ എന്ന് പറയുന്നത് അല്ലേ, സംസ്ഥാനത്തിന് പുറത്തു നിന്ന് എത്തിച്ചതാണ്. അതൊന്ന് മുറിച്ച് കാണിച്ചാലോ? ഇതിനകത്ത് നിറം വേറെ ആയിരിക്കും അല്ലേ സാധാരണ മഞ്ഞൾ കളർ? അതെ, ഇത് കരിമഞ്ഞൾ എന്ന് പറയുമ്പോൾ ഉള്ളിൽ നീല നിറമായിരിക്കും. കുർക്കുമിൻ്റെ അളവ് കുറവാണ്. ശരിക്കും കേരളത്തിലാണ് കൂടുതൽ, നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ നിറത്തിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, അപൂർവമായിരിക്കും. തീർച്ചയായിട്ടും. പക്ഷെ ഗുണത്തിലും വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഓരോന്നിനും. വിഷപ്പച്ച, പഴുതാരച്ചെടി, നാഗവല്ലി തുടങ്ങി വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നവ മുതൽ അരളി, വെട്ടി, സർപ്പഗന്ധി തുടങ്ങി
300-ലേറെ സസ്യങ്ങളാണ് ഷീബയുടെ സംരക്ഷണ വലയത്തിലുള്ളത്. ഇവിടെ ഈ ഐതിഹ്യങ്ങളുമായി ചേർന്ന് പോകുന്ന ചില സസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ പേരാലാണെന്നൊക്കെ തോന്നും, പക്ഷേ കൃഷ്ണനാൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒരു ഐതിഹ്യം എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ കൃഷ്ണനാല്, കൃഷ്ണ ബട്ടർകഫ് എന്നൊക്കെ പറയും ഇതിന്. കാരണം കൃഷ്ണൻ വെണ്ണ കട്ട് തിന്ന ഇല എന്നാണ് ഇതിന് ആ പേര് വരാൻ തന്നെ കാരണം അതാണ്. മധുര നിവാസികളൊക്കെ ഇതിന് ഒരുപാട് വിശ്വാസപൂർവ്വം പുണ്യസസ്യമായിട്ടാണ് അവരിതിനെ കണ്ടുപോരണത്. വളർന്നു വരുമ്പോൾ അതിൻ്റെ ഇല സ്വയം കുമ്പിൾ കുത്തും, ഒട്ടി വരും വലുതാവും പോലെ. ഇതുപോലെ ഒട്ടി വരും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം പുറത്തു പോകാത്ത വിധത്തിൽ അത് ഒട്ടി വരും. ചെറിയ കൗതുകം കൂടിയുള്ളൊരു സസ്യമാണിത് അല്ലേ? അതെ അതെ അതെ. ഇതിൻ്റെ പേര് പാണ്ഡവത്തിരി എന്നാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കിളിന്തില ഇത് പച്ചയ്ക്ക് കത്തും. ഇത് കൂടാതെ ഇതിൻ്റെ മൂത്ത ഇലയൊക്കെ നമുക്ക് തിരിയായിട്ട് തീർത്ത് നിലവിളക്കിലിട്ട് കത്തിക്കാനായിട്ട്. നമുക്കൊന്ന് ഒരു ഇല കത്തിച്ചു നോക്കിയാലോ? തീർച്ചയായിട്ടും. ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട് ഷീബ. കേരളത്തിന്റെ ഔഷധ പാരമ്പര്യത്തെ തിരികെ പിടിക്കാനുള്ള ആഗ്രഹത്തിലാണ് ഷീബയുടെയും കുടുംബത്തിന്റെയും ചുവടുവയ്പ്. നമ്മുടെ നാട്ടിൻപുറങ്ങൾ ഔഷധ സസ്യങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്നു. പക്ഷേ എല്ലാം അന്യം നിന്നുപോയി. ആ കാണാമറയത്തുണ്ടായിരുന്ന സസ്യങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുകയാണ് ഷീബ ഇവിടെ. അത് തനിക്ക് വേണ്ടിയല്ല, വരും തലമുറകൾക്ക് കൂടി വേണ്ടിയാണ്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ശരിക്കും ആ ഔഷധത്തോട്ടം ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ഒരുപാട് പേർക്ക് അത് മരുന്നാവട്ടെ, ആശ്വാസമാകട്ടെ, അത്തരത്തിൽ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനവുമാകട്ടെ ഔഷധത്തോട്ടം.